ഒരു ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്ത് ലാസ്റ്റ് മള്ളി എന്നെ എവിടെ വെച്ച് കണ്ടത്? ലാസ്റ്റ് വാറിന് എവിടെയായിരുന്നു വാരൻ നമ്മൾ? അതെനിക്ക് ഓർമ്മയില്ല. നീ എവിടെ ചത്തത്? ഞാൻ പറയാം, ജയിലിന്റെ എവിടെയാണോ? അല്ല, ഹെൽപ്പറിന്റെ ഗ്യാങ് ഹൗസിന്റെ അകത്തോട്ട് ഒന്ന് വരാവോ? ഞാൻ തൽക്കാലം എങ്ങനെയെങ്കിലും വെളിയിറങ്ങാൻ നോക്കാം. വെളിയിൽ ഇറങ്ങി ഏതെങ്കിലും പൊണ്ടക്കാടി കാണുമല്ലോ. ഒന്ന് കുക്ക് ചെയ്യണേ. എനിക്ക് കാറും ബൈക്ക് ഒന്നുമില്ല. ലൊക്കേഷൻ എന്ന് പറഞ്ഞ കറക്റ്റ് പക്ക ഹെൽപ്പർ ഗ്യാങ് ഹൗസ്. ബ്രോ നമ്മളാടാ. വാ കേറ്. ഞാൻ കേറി പിടിക്കട്ടെ. എടാ കേക്കുന്നില്ലേ? വാ കേറ്. കിഡ്നാപ്പല്ല, കേറ്. ഇനി റിക്വസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ഒന്നും ആവണല്ലോ കേട്ടോ. ഒറിജിനൽ വണ്ടി പോലെ തന്നെ. ഒറിജിനൽ പോലെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒറിജിനല്ലേ? നീ വല്ലോ അറിഞ്ഞോ ബാബു? എന്തൊരു പള്ളി ഇവിടെ സ്കൂള് തുടങ്ങി. സ്കൂളാ? അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്ന സ്കൂളാ? ആര് തുടങ്ങി? ആരായിരിക്കും ഇവിടെ ഒരു സ്കൂള് തുടങ്ങാൻ? ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു സ്കൂള് തുടങ്ങാൻ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആരായിരിക്കും? മള്ളി, ഈ സിറ്റിയിൽ തന്നെ ആകെ വിവരവും വിദ്യാഭ്യാസം ഉള്ള 2 പേരേ ഉള്ളൂ. ഒന്ന് ഞാൻ, ഒന്ന് മുതലാളി. പിന്നെ വേറെ ഉണ്ട്. സത്യം ഞാൻ ഇനി ചിരിക്കരുത്. സ്കൂള് തുടങ്ങിയത് എലി. സ്കൂൾ തുടങ്ങി. വൈസ് പ്രിൻസിപ്പൾ ആരാന്നറിയോ? മെന്നറ്റാംസ്. ചെയർമാൻ ആരാന്നറിയോ? ടിവിയെ ജോക്കി. മള്ളിക്ക് കാര്യം മനസ്സിലായില്ലേ? വൃദ്ധസദനാലയം സ്കൂളല്ല, പരിപാലന കേന്ദ്രം. സത്യല്ലേ? അവിടുത്തെ പിള്ളേർക്ക് മിനിമം 60 വയസ്സ്. ഞാനത് കണ്ടപ്പോഴേ പറഞ്ഞടാ, ഇത് വയസ്സായ ആൾക്കാർക്ക് 10ാം ക്ലാസ് ഒക്കെ എഴുതിയെടുക്കാൻ വേണ്ടിട്ട് ഉള്ള എന്തോ ഒരു സെറ്റപ്പ് പരിപാടിയാണ്. അതാണ് സംഭവം. ഇനി ഓക്കുകളുടെ കാലം ക്ലിപ്പിലാണത്. കാണിച്ചുതരാം, വെയിറ്റ് ചെയ്യ. പോവാൻ പറ്റിയില്ല. അതെവിടെ? 5004ഓ? നല്ല സൗണ്ട് ആയിട്ട് ഒന്നും പറയുന്ന കേക്കണ്ടല്ലേ മള്ളി? എന്താടാ? അല്ല, വണ്ടി തന്നെ, പക്ഷെ ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല. നല്ല സൗണ്ട്. അത് ഈ വണ്ടി എടുത്തുള്ള പ്രശ്നം, സംസാരിച്ച് പോകാൻ പറ്റത്തില്ല. ബാബു, ഇതാണ് സ്കൂൾ. ഇതേ കണ്ട, എലി വിദ്യാലയ. ഇവിടെ 2 പേരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മനുഷ്യനെ കുരങ്ങൻ 2 പേർക്ക് അഡ്മിഷൻ എടുക്കാം. ഇപ്പൊ സിറ്റിയിലത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒന്ന് മനുഷ്യനും ഒന്ന് കുരങ്ങനിൽ മനുഷ്യനാവാൻ ശ്രമിക്കുന്നതും. ഇപ്പൊ ഇവിടുത്തെ സിറ്റിയിലത്തെ എല്ലാ മാർക്കറ്റിംഗും അങ്ങനെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചിപ്സ് ഇറക്കിയിട്ട് ബോത്ത് ഗുഡ് ഫോർ ഹ്യൂമൻസ് ആൻഡ് മങ്കീസ് എന്ന് അതിൽ എഴുതിയേക്കണ്. ഇപ്പൊ അങ്ങനെയാണ് സിറ്റിയിലെ മാർക്കറ്റിംഗ്, അങ്ങനെയാണ് എല്ലാത്തിലും. വാ, കാണിച്ചുതരാം. ഓഫീസ് റൂം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോ. ഇവിടെ 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 എവിടെ? എലിയുടെ ഫോട്ടോ ഉണ്ടല്ലോ ഫ്രണ്ടില്, പച്ച കളറിൽ. അവിടെ ബാക്കിലാണ് എലിയുടെ ഫോട്ടോ ഉള്ളത്. ചത്തുപോയ ക്യൂൻ എലിസബത്തോ? നല്ല പഴക്കമുണ്ടല്ലോ ഇതൊക്കെ എല്ലാത്തിനും. പിന്നെ ഫോട്ടോയ്ക്കകത്ത് ഉള്ളിലുള്ളതിനും എല്ലാത്തിനും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോക്കടാ, ഇത് നോക്ക്. സുമതി അമ്മായിയുടെ ഫോട്ടോ വരെ വെച്ചിവിടെ. എന്റെ വെച്ചിട്ടില്ല, കണ്ട? ഈ കാറ്റഗറിയിലുള്ളതാണോ മുരളി? നോക്കിയേ, പ്രായം നോക്കിയേ. 70, 55, 65, 85, 90. സുമതി അമ്മായി, ജോക്കി,
മരിച്ചുപോയ 3 പേരാ അതാരൊക്കെയാ ഓ മെന്നിയാണോ അവിടെ നിന്ന് ഇങ്ങനെ 3 എടി ഇത് അപ്പാപ്പനല്ലേ ഓ അപ്പം മരിച്ചിട്ടില്ലേ ഇതാ അപ്പാപ്പനുണ്ടായിരുന്നു നീ ഇപ്പഴേ ശ്രദ്ധിച്ചേ അയ്യോ ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ പുള്ളിയെ കുറെ നാളെ കണ്ടിട്ടില്ല നീ- മുരളിയെ കാണാതിരുന്നപ്പോഴും മുരളിയെ കൊന്നറിഞ്ഞില്ലേ എന്നെ അതാ പറഞ്ഞ ഒരാളെ കുറച്ച് നാള് കാണാതിരുന്ന നീ മറ്റേ മരിച്ചെന്ന് കൂട്ടുന്ന തരത്തിലാണ് നീ കൂട്ടും അതെ അതെ എടാ എന്നാലും ഒന്ന് ആലോചിച്ച് മുരളി, നോക്കിയടാ ഇത് ഞാൻ പറഞ്ഞത് തന്നെ മുരളി. അല്ലല്ല ഇത് ഞാൻ ഇവിടെ എന്റെ admission എന്റെ കിട്ടാൻ 65 വയസ്സായി. അല്ലല്ല ഞാൻ വയസ്സിന്റെ കാര്യം വിട്ടേരടാ ബാബു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതില് ഇവരിലൊക്കെ വെച്ച് നോക്കിയ എന്റെ വാല്യൂ എന്തായിരുന്നു ബാബു അവളുടെ ലൈഫിൽ എന്റെ ചോദ്യം അതാ മുരളിയുടെ value ഓ? മുരളിക്ക് നല്ല വാല്യൂ ഉണ്ട് മുരളി അതല്ലേ മുരളി രക്ഷപ്പെട്ടത് എടാ ഒരു മുരളി ഇതിന്റെ കൂടെ പോയി സിറ്റി വന്നിട്ട് ഇപ്പൊ ഈ അടുത്ത ആഴ്ച 5 വർഷം തികയും മെന്നിയുടെ ഒക്കെ ഫോട്ടോ മുരളി ഞാൻ ഒരു കാര്യം അല്ല പറയാം. ഇതാരാ ഇതിനകത്ത് ഇതാരാ മുരളിയുടെ എനിക്ക് photo മനസ്സിലായില്ല ഇല്ലാത്തതല്ലേ? ഇതാരാ ഇത് ജോണിയ പാപ്പ ജോണിയ പാപ്പന ഓക്കെ അപ്പൊ പ്രായം നോക്കി തന്നെ ആയിരിക്കും ഇത് വെച്ചിരിക്കുന്നത് സത്യം മുരളി ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്ക് പ്രായം കൂടിയവരോട്ടായിരുന്നു താല്പര്യം മീൻസ് കമ്പനി അടിച്ചിറക്കാൻ എനിക്ക് തീരെ താല്പര്യം ഇല്ല എന്തായാലും അവളോട് ഇപ്പൊ അവളോടുള്ള താല്പര്യം പോയി മുരളിക്കും പ്രായം കൂടിയവരോട് കമ്പനി അടിക്കാൻ താല്പര്യമില്ല ഏത് എനിക്കും പ്രായം കൂടിയെടുത്ത് അടിക്കാൻ താല്പര്യമില്ല സത്യമാണോ അത് അത്രേ ഉള്ളൂ എനിക്ക് എന്റേതായിട്ടുള്ള മുരളി ഈ കാറ്റഗറിയിലെ കുരങ്ങ് എങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രായം പുറകിലോട്ട് പോകുമ്പോഴാണല്ലോ ഇതിലേക്ക് എത്തുന്നത് അങ്ങനെ സത്യം. അങ്ങനെ വന്നതായിരിക്കും അവിടെ നിന്ന് തുടങ്ങിയതാണ് അപ്പൊ അതെ അതുകൊണ്ടാണ് ഫ്രണ്ടില് മനുഷ്യനെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സത്യം ഇവിടെ മനുഷ്യനല്ലാത്ത ആൾക്കാർ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് വെച്ചിരിക്കണേ എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തണ്ടേ ബാബു സത്യം ഓക്കെ ചന്ദ്രന്റെ ബോസ് പോലെ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ടിട്ട് ഒരേ സ്റ്റൈലിൽ ഒരു സ്വാഗ് ഉണ്ട് ഏട്ടാ മള്ളി ചന്ദ്രന്റെ സിറ്റിയിലില്ലേലും ആ പാവത്തിന് എന്തിനാണ് വെറുതെ വിടറാ ബാബു മള്ളി അവൻ വരുമല്ലോ ഇത് കാണുമ്പോ ഇപ്പൊ കയറി സത്യല്ലേ ശരിയാ പറഞ്ഞത് സ്കൂൾ വെച്ച് എന്താണ് പരിപാടി മള്ളി ഇവര് വല്ല കഞ്ചാവ് കുറിച്ച് അങ്ങനെ എടാ എനിക്കും തോന്നുന്നു കേട്ടാ എനിക്ക് തോന്നുന്നു ഇതിന്റെ നിനക്ക് തോന്നുന്നുണ്ടോ മെന്നിയെ പോലത്തെ ആൾക്കാരൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്കൂൾ തുടങ്ങുമെന്ന് എനിക്ക് നല്ല രസമുണ്ടോ സത്യമായിട്ട് ഞാൻ പറയാം എനിക്ക് നല്ല രസം ഇതെന്തോ വലിയ മണി മേക്കിംഗ് പരിപാടിയാണ് ഇതിന്റെ മറവിൽ മിന്നിയെണ്ണം വന്നതിന് ഒറ്റ കാരണമുള്ളൂ മുരളി അവിടെ നിന്ന് 1 2 3 4 ഫോട്ടോ 1 2 സുമതി അമ്മായ ഇത് ശരിക്കും സുമതി അമ്മായ അല്ലേ ഇത് ആണ് ഞാനോർത്ത് ഞാൻ ശരിക്കും പറഞ്ഞ അല്ലാതെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ സുമതി അമ്മായ ആണെന്ന് വിചാരിച്ചില്ല ഞാൻ അപ്പാപ്പനെയും കണ്ടില്ലായിരുന്നു അപ്പാപ്പൻ എക്സ് സുമതി അമ്മായി എക്സ് ജോക്കി എക്സ് എലി എക്സ് മെന്നി എന്തായിരിക്കും ആ സംഭവം വൃദ്ധസദനാലയം അതിൽ അപ്പുറം ഒന്നും ചിന്തിച്ചാലും മതി ഞാൻ ഉറപ്പ് പറയാം 100% ഉറപ്പ് ആണാ പിന്നെ ഇവിടുത്തെ ഓണേഴ്സിന് വരെ തന്നെ ഇവിടുത്തെ അഡ്മിഷന് വരെ തന്നെ ഇവിടെ അല്ലാതെ വേറെ ആരും ഞാനിവിടെ ഇവർക്ക് കോമ്പറ്റീഷൻ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞപ്പം നമ്മുടെ പ്രേക്ഷകരെല്ലാം ഒരേ സ്വരത്തിൽ സ്കൂളിന്റെ പേര് പിത്തൽജി മെമ്മോറിയൽ നടന്നു ശരിക്കും ഈ സ്കൂളിലിടേണ്ട പേരാണ് പള്ളി നമ്മളെങ്കിലും അവിടെ തുടങ്ങണം കൂട്ടത്തില് മരിച്ചുപോയവരെ പറ്റി ഇവർക്കൊരു ബോധം വേണ്ടേ എനിക്ക് കുറെ നാള് പൂച്ചയും വെച്ചോണ്ട് നടന്നില്ലേ സത്യം എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ പിത്തൽജി മെമ്മോറിയൽ ഇട്ടാനല്ലേ ഇതിന് സത്യം ഞാനായിരുന്നു ഈ ഓഫീസ് റൂമിൽ ആദ്യം പിറ്റലിയുടെ ഫോട്ടോയും ഒരു തിരിയും വെച്ചിട്ടേ കയറുള്ളൂ ഇത്രയൊക്കെ ഉള്ളടാ മരിച്ചുപോയ നമ്മളൊക്കെ ആരും ഓർക്കാൻ കൂടെ നടന്നവരെ പോലും ഓർക്കില്ല മലയാളിക്ക് ധൈര്യമായിട്ട് മരിക്കാറോ ഞാൻ ഗ്യാരണ്ടി അതെന്താ മള്ളി ഒരിക്കൽ മരിച്ചപ്പോ കണ്ടില്ലായിരുന്നോ ഇല്ല എന്നെ ഓർമ്മിപ്പിക്കില്ല ജീവിച്ചിരിക്കുമ്പോ തന്നെ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ നീ എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സ്കൂൾ തുടങ്ങുന്നതിനോട് എന്താണ് അഭിപ്രായം അഥവാ ഈ സ്കൂൾ സക്സസ് ആയ ഈ സ്കൂൾ സക്സസ് ഇത് സക്സസ് ആവാനുള്ള ചാൻസ് 1% പോലും ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ തുടങ്ങാൻ മള്ളി അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഒന്നാമത്തെ കാരണം തോന്നിരിക്കണം ചിരിച്ചോണ്ട് ചേവരില് രണ്ടാമത്തെ കാരണം തൊട്ട് സൈഡില് കണ്ണാടി വെച്ചോണ്ടിരിക്കണം മള്ളി ഇതൊന്നും ഇല്ലെങ്കിലും വേറൊരു കാരണം കാറിന്റെ കൊണ്ടിരിക്കണം മതിയല്ലോ ഇതൊക്കെ ചേർന്ന് സ്കൂള് നടത്താനോ ഒറ്റ സെക്കൻഡിൽ 3 പേരെ വെട്ടിയില്ലേ നീ 3 കാരണങ്ങളുണ്ട് മള്ളി സ്കൂള്
അല്ല മെഞ്ഞനെ സ്കൂൾ തുടങ്ങിയിട്ട് ഏത് വിഷയം എടുക്കും? മലയാളോ? സൂപ്പർ ആയിരിക്കും. ഞാനത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു, മലയാളമായിരിക്കും അത് മെന്നി പഠിപ്പിക്കണത്. അയ്യോ എടാ, ഞാൻ വേറൊരു കാര്യം പറയാം ബാബു. ആ ഇവര് സ്കൂളാണ് തുടങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്തിട്ടാണേലും ഇവിടെ ഇനിയിപ്പോ എന്തേലും കഴിച്ച് ചെറുതായിട്ടുമെങ്കിലും ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കണം. ആ മള്ളി അത് എത്രയേ ഉള്ളൂ മള്ളി. നമുക്ക് അഡ്മിഷൻ എടുത്തിട്ട് നമ്മുടെ ഒരു 3 ക്വസ്റ്റ്യൻ ഇവരാദ്യം ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കണമല്ലോ. അതെ 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 അതെ, പക്ഷെ നമുക്ക് ചെറുതാവേണ്ടി വരും. ചെറുതാ വേണ്ടി വരുമോ? പിന്നെ മള്ളിക്ക് ശരീരം മാത്രം ചെറുതാക്കിയതല്ലോ ഇനി. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് കേട്ടാ. കാരണം മുരളിക്ക് അറിയാലോ മുരളിയെ പറ്റി. സ്നൈപ്പിലൊന്നും ഒന്നും മാറ്റണ്ട, നേരെ വന്നിരുന്നാ മതി. മള്ളി ഞാനൊരു കാര്യം പറയാം. കൺവേർട്ട് ചെയ്യാൻ നോക്കിയതാണ്, അതും സമ്മതിച്ചില്ല ആരും. സമ്മതിച്ചില്ല സത്യം. വാ. മള്ളിയല്ലേ ഇത് സക്സസ് ആയി നമ്മളൊന്ന് പഠിച്ച എന്തായാലും ഉറപ്പായിട്ടും പൂട്ടും. എന്താ നമ്മൾ വന്ന് പഠിച്ച എന്തായാലും പൂട്ടും മള്ളി. ഇത് കൂട്ടിക്കണം. അവളെ നന്നാവുന്ന എനിക്ക് കാണാൻ പറ്റൂലടാ. അവളെ നന്നാവുന്ന എനിക്ക് കാണാൻ പറ്റൂല, അത് ഞാൻ ഇപ്പോഴേ പറയാം. മുള്ളിക്ക് തോന്നുന്നുണ്ടോ മുള്ളി സമ്മതിച്ചാൽ എലി നന്നാവുന്നേ? എടാ നമുക്ക്